ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിന് കേന്ദ്ര മന്ത്രിസഭയുടെ പച്ചക്കൊടി. രാജ്യത്താകമാനം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തുന്നതിനുള്ള ബിൽ ഈ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പി ബസ്നാണ് വിവരങ്ങളുമായി. ബസന്ത്, മാതൃഭൂമി ന്യൂസിന്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. എപ്പോഴായിരുന്നു മന്ത്രിസഭാ യോഗം? അംഗീകാരം നൽകി ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാകും? രതീഷ്, ഇന്ന് രാവിലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ നിർദ്ദേശത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. BJPയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏറെക്കാലമായി ആവർത്തിക്കുന്ന ഒരു ആവശ്യമായിരുന്നു ഇത്. രാജ്യത്ത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഒഴിവാക്കുന്നതിന് ഒരേ സമയത്ത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും സംസ്ഥാനത്താകമാനമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ട് ഇതിന് അനുകൂലമായ നിലപാടിലായിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ലുമായി അല്ലെങ്കിൽ ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള തരത്തിലുള്ള ആ ബില്ല് വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതായത് പല സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പം തന്നെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അങ്ങനെയായിരുന്നു. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് നിയമസഭകളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പല ഘട്ടങ്ങളിലായി പല സമയത്തായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാജ്യത്തെന്നും ഒരു തെരഞ്ഞെടുപ്പ് മോഡിലേക്കാണ് രാജ്യം നിൽക്കുന്നത് എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചുന്നയിച്ചിരുന്നത്. അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു കൊല്ലത്തിനുള്ളിൽ 4-5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്, തൊട്ടടുത്ത വർഷം വീണ്ടും 4-5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്. അപ്പോൾ രാജ്യമെന്നും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. അത് ഒഴിവാക്കുന്നതിനും ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒറ്റ ഘട്ടത്തിൽ ഇതെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ലോക്സഭാ നിയമസഭാ